സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഓഡിറ്റിംഗിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത സഹായത്തിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണം. ഫണ്ടിൽ എത്ര ബാക്കിയുണ്ടെന്ന് പോലും അറിയാത്ത സർക്കാർ ആരെയാണ് വിഡ്ഢിയാക്കുന്നതെന്ന് കോടതി ചോദിച്ചു. കണക്കിൽ വ്യക്തത വരുത്താൻ സാവകാശം തേടിയ സർക്കാരിന് വ്യാഴാഴ്ച വരെ കോടതി സമയം അനുവദിച്ചു. കേന്ദ്രം രാഷ്ട്രീയം കളിക്കുന്നുവെന്നും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾക്ക് ഗുണകരമായ മറുപടിയല്ല അമിത്ഷായുടേതെന്നും ദില്ലിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി നൽകിയ മറുപടി വളരെ നിരാശാജനകമാണ്. അതൊരു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾക്ക് ഗുണകരമായ ഒരു മറുപടിയല്ല തന്നിരിക്കുന്നത്. ഇതൊരു ഫെഡറൽ സിസ്റ്റമാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യനീതി കിട്ടണം. ഇത് കേന്ദ്രത്തിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായ ഒരു നീക്കങ്ങൾ നടത്തുന്നത് കേന്ദ്രം ചെയ്യുന്നത് ശരിയല്ല. സീമ ഇവിടെ ഉള്ള സന്ദർഭമല്ലേ, അതൊരു ഉചിതമായ തീരുമാനം സീമടക്കി. ഇതിൽ പൊളിറ്റിക്സ് ഉണ്ട് ഒത്തിരി. അത് ഞാൻ പറയുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഒത്തിരി പൊളിറ്റിക്സ്. എൻ്റെ ഒരു അഭ്യർത്ഥന, ഒരു കാരണവശാലും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ രാഷ്ട്രീയം കൊണ്ടുവരുന്നത്. ശ്യാം ദേവരാജ് നൽകും വിശദാംശങ്ങൾ. ശ്യാം, അതിരൂക്ഷ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഈ ഒരു കൃത്യമായ ഫണ്ട് എത്ര വിനിയോഗിക്കുമെന്ന കാര്യത്തിൽ ഒരു കൃത്യമായ മറുപടി, വ്യക്തമായ മറുപടി നൽകാൻ സർക്കാരിനായില്ലല്ലേ? ഒപ്പം ഈ വ്യാഴാഴ്ച കൃത്യമായ കണക്ക് അവതരിപ്പിക്കുമെന്നാണോ അറിയിച്ചിരിക്കുന്നത്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൈവശമുള്ള ഫണ്ട് സംബന്ധിച്ചാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തത തേടിയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു. അങ്ങനെ അതാണ് ഇന്ന് പ്രത്യേകമായി പരിഗണിക്കുകയും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് വ്യക്തത വരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തത്. എന്നാൽ ഇന്ന് കൃത്യമായ അക്കാര്യത്തിൽ വ്യക്തത നൽകാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കോ സംസ്ഥാന സർക്കാരിനോ കഴിഞ്ഞില്ല. ഇതിൽ ഹൈക്കോടതി രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. ആരെയാണ് വിഡ്ഢികളാക്കാൻ നോക്കുന്നത് എന്നാണ് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചത്. ഫണ്ടിൽ ബാക്കിയുള്ളത് 677 കോടി രൂപയാണ് എന്നാണ് സംസ്ഥാന സർക്കാർ ഇന്ന് നൽകിയ മറുപടി. പക്ഷേ ഈ ഫണ്ടിൽ ബാക്കിയുള്ള 677 കോടി രൂപയിൽ എത്ര കോടി രൂപ ഒരു അടിയന്തര ആവശ്യം വന്നാൽ എത്ര കോടി രൂപ ചിലവഴിക്കാനാകും എന്ന് ഹൈക്കോടതി ചോദിച്ചു. അക്കാര്യത്തിൽ കൃത്യമായ ധാരണ സർക്കാരിനില്ല എന്ന കാര്യവും കൂടിയാണ് ഹൈക്കോടതി വിമർശനമായി പറഞ്ഞു വെച്ചത്. SDRFൽ നീക്കിയിരിപ്പുള്ള 677 കോടി രൂപ കൈവശമില്ല, സർക്കാരിൻ്റെ കൈവശമില്ല എന്നുകൂടി ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തു. അതിനാലാണ് അടിയന്തര ആവശ്യങ്ങൾക്ക് ഫണ്ട് ചെലവഴിക്കാൻ കഴിയാത്തത് എന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനവും. കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നതും പരസ്പരം കുറ്റപ്പെടുത്തുന്നതും അവസാനിപ്പിക്കുമെന്നും ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ പറയുകയും ചെയ്തു. കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ സംസ്ഥാനത്തിൻ്റെ കയ്യിൽ കൃത്യമായ കണക്ക് വേണമെന്നും ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. 677 കോടി രൂപ ഫണ്ടിൽ ഉണ്ടോ എന്ന് സംസ്ഥാന സർക്കാരിന് ഉറപ്പില്ല എന്നും ഹൈക്കോടതി അടുത്ത വിമർശനമായി പറയുകയും ചെയ്തു. തുക പാസ്ബുക്കിലുണ്ടാവും, പക്ഷേ അത് അക്കൗണ്ടിലുണ്ടാകും എന്ന് ഉറപ്പില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ അടുത്ത വിമർശനവും. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും നൽകിയ കണക്കിൽ വ്യക്തത വരുത്തി. സത്യവാങ്മൂലമായാണ് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ ഇത് വ്യക്തത വരുത്തിയത്. ആകെ കഴിഞ്ഞ വർഷം ബാക്കിയുണ്ടായിരുന്നത് ഏപ്രിൽ 1 വരെയുള്ള കാലഘട്ടത്തിൽ ബാക്കിയുണ്ടായിരുന്നത് 394.99 കോടി രൂപയാണെന്നാണ് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയത്. ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം എന്നത് 96 കോടി രൂപയാണ്. ഈ വർഷത്തെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം 291 കോടി രൂപയാണെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ മറുപടി നൽകിയിട്ടുണ്ട്. വയനാടിനായി നൽകിയ സഹായം 153 കോടി രൂപയാണ് എന്നുമാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്.